നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചീരു, ഇപ്പൊ തലവേദനയുണ്ടോ? കുറവുണ്ട് ചേച്ചി. ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യം തോന്നിയിട്ട് എന്താ മോളെ കാര്യം? നിന്റെ അവസ്ഥ കൊണ്ട് നിനക്കങ്ങനെ പറയേണ്ടി വന്നതല്ലേ? ഇതുവരെ നമ്മുടെ അച്ഛനിൽ നിന്ന് ഒരു കാര്യം മറച്ചു വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ആ മുഖത്ത് നോക്കി കള്ളം പറയേണ്ടി വന്നല്ലോ, അതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ചേച്ചിക്ക്. നമ്മൾ ഇനി എന്ത് ചെയ്യും ചേച്ചി? ഇനി എന്റെ ഓരോ ചലനവും എല്ലാവരും ശ്രദ്ധിക്കും. ഈ ഭാരം ഞാൻ എങ്ങനെ ഇറക്കി വെക്കും? എനിക്കറിയത്തില്ല ചീരു. ആ വിനയൻ ഇനി ഇത് തെളിയിക്കാൻ വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കില്ലേ? ഇനി ദൈവമായിട്ടൊരു വഴി ഉണ്ടാക്കി തന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഓരോരുത്തരുടെ കുഞ്ഞിനു വേണ്ടി എന്തുമാത്രം ആശിക്കുന്നു. പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തിയിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ നാട്ടിൽ. എന്റെ ഉള്ളിൽ ഈ ജീവനെടുത്ത് അവർക്ക് ആർക്കെങ്കിലും കൊടുത്തൂടെ ദൈവമേ? ദൈവം നിന്നെ പരീക്ഷിക്കാൻ മോളെ. നിന്റെ വയറ്റിൽ വളരുന്ന ജീവന് ജനിക്കാൻ യോഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് കൂടുതൽ വെച്ച് താമസിപ്പിക്കാതെ എല്ലാ അച്ഛനോട് തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. ചേച്ചി വേണ്ട, അവന് പറയല്ലേ. അതിന് ഭേദം ഞാൻ തന്നെ അങ്ങില്ലാതാവുന്നതായിരിക്കും. വേണ്ടാത്തൊന്നും പറയണ്ട. എന്ത് വന്നാലും നിന്റെ ഒപ്പം ഞാനും ഉണ്ടാവും. അതുപോലെ നിനക്ക്. ഇതെന്താ, നിങ്ങളിപ്പോഴും വിനയം വന്നു പോയതിന്റെ സങ്കടത്തിലിരിക്കുകയാണോ? എന്റെ ചീരു, അവൻ ഇനി ഈ വീടിന്റെ പരിസരത്ത് വരില്ല. പിന്നെ എന്തിനാ നീ പേടിക്കുന്നേ? ഇല്ല ചേച്ചി, പേടിയൊന്നുമില്ല. അയാള് വന്നത് എല്ലാവർക്കും ഒരു ഷോക്കായല്ലോ, അതിന്റെ ഒരു വിഷമം. എടി, നിന്നെ കണ്ട നീ വേറെന്തൊക്കെയോ ഭയക്കുന്ന മാതിരി ഉണ്ടല്ലോ. ആ, ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും ചെന്നെടുത്ത് കുടിക്ക്. ചേച്ചി, അമ്പിളി ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഏയ്, അങ്ങനെയുണ്ടെങ്കിൽ ചേച്ചി വിനയനോട് അത്ര രൂക്ഷമായിട്ട് പറയില്ലല്ലോ. ഈ നിമിഷം വരെ എല്ലാവരും നമ്മുടെ വാക്ക് വിശ്വസിച്ചായിരിക്കുന്നത്. അടുത്ത നിമിഷം എന്താവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. മോള് വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം.